നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്ത്. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്, വലിയ പരിചയത്തിലാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കും, അവരാവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കും, അവരെ രോഗങ്ങൾ അല്ലാഹു സുഖപ്പെടുത്തും, അവരെ ടെൻഷൻ അല്ലാഹു നീക്കിക്കൊടുക്കും, അവരെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കും. അതോടുകൂടി സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കുള്ള പവർ എന്താണ്? അവരെ ഈമാന് പവർ കൂടും, ഇഖ്ലാസിന് പവർ കൂടും. നമ്മിലേക്ക് കടന്നു വരുന്നവർ റമളാനു ശഹ്റു ഉമ്മത്തി, ഉമ്മത്തിന്റെ മാസമായ റമളാൻ നോമ്പെന്തിനാണ്? ഖുർആൻ പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പെന്നല്ലേ പറഞ്ഞത്. എന്നാൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ തഖ്വക്ക് പവർ കൂടും, ഇഖ്ലാസിന് പവർ കൂടും, വറഅന് സൂക്ഷ്മതക്ക് പവർ കൂടും. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ യഖദത്തിലും മനാമിലും ഉണർച്ചയിലും ഉറക്കിലൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള വലിയ സൗഭാഗ്യം അല്ലാഹു നൽകും. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് മരിക്കുന്ന സമയം അതേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി, പുഞ്ചിരിയിലായി കലിമ ചൊല്ലി പിരിയാൻ അവർക്ക് സാധിക്കും. അതോടുകൂടി സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ സ്വീകരിക്കാൻ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാകുന്നതാണ്. ഒരാൾ ഖബറിലെത്തിയാൽ ആ ഖബറാളിയോട് മലായികത്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് തങ്ങളെ കാണുമ്പോൾ വലിയ ആവേശമാണ്, സന്തോഷമാണ്. ആദരവോടെ മലായികത്തിന് ഖബറാളി മറുപടി കൊടുക്കും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിന്റെ നേതാവായ തങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വാക്ക് ചുരുക്കുന്നു, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്തെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലുക, വെറുതെ അതൊന്നും പറയുന്നതിന് പകരം. ഇനിയിപ്പോ നോമ്പാണ് നമ്മിലേക്ക് വരുന്നത്, ഉമ്മത്തിന്റെ മാസം. ഷഅബാൻ ഷഹദി എന്ന് പറഞ്ഞില്ലേ തങ്ങൾ, ഷഅബാൻ തങ്ങളുടെ മാസമാണ്. അള്ളാഹു ധാരാളം ബറകാത്തുകൾ ചൊരിഞ്ഞ മാസമാണ് ഈ ഷഅബാനും കഴിഞ്ഞ റജബും. എല്ലാവരും ദ്വാരക്കാനും തുടങ്ങി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലഅനാ റമളാൻ. അങ്ങനെയുള്ള ദുആക്ക് ഇജാബത്തുള്ള അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലുള്ള ശ്രേഷ്ഠമായ ദിനരാത്രികളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞതും ഇനി വരാനുള്ളതും. ഷഅബാൻ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ 23-ാം തീയതി അല്ലേ, ഒരു 7 അല്ലെങ്കിൽ ഒരു 6 ദിവസം ഷഅബാൻ കിട്ടും ഈ വർഷം. അത് കഴിഞ്ഞാൽ റമളാനായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ എത്ര റമളാൻ പ്രഭാഷണത്തിന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രഭാഷകനായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹാഫിദ് മസ്ഊദ് ഖത്താഫി. ഇന്ന് നമ്മോടൊപ്പമല്ല, ഇന്ന് അവർ ഖബറിലെത്തി. അവർ ചിന്തിച്ചു കാണോ നമുക്കങ്ങനത്തെ ചിന്ത ഉണ്ടോ? പിന്നെ അവർക്ക് ഓർമ്മയിൽ എപ്പോഴും പറയും, മരിക്കുന്ന സമയം ഖൈറായ സമയത്ത് ഖൈറായ വിഷയത്തിലായി ഞങ്ങൾക്ക് നീ മരിക്കാൻ തൗഫീഖ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ
ഖൈറാത്തുമായി ബന്ധപ്പെട്ട് ദർസും ദഅവത്തും അങ്ങനെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ബന്ധപ്പെടുന്നതിനിടയിലാണ് അവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയത്. അതൊരു വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുക നമുക്കാർക്കും പറയാൻ പറ്റില്ല. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു ബന്ധിപ്പിക്കൂല. അപ്പോൾ എപ്പോഴും നാം മരണത്തിന് റെഡിയായിട്ടുണ്ടാവും. അതിന് വേണ്ടാത്ത ചിന്താഗതിയൊക്കെ ഒഴിവാക്കുക, നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കുക.